പുനരാഗമനം യേശുക്രിസ്തുവിൻ്റെ വാഗ്ദത്തമാണ് എന്ന് പത്രോസ്ലീഹ തൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അനേക മഹാന്മാർ ഈ ഭൂമിയിൽ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. അനേക പ്രവാചകന്മാരും ഈ ലോകത്തിൽ വന്നു, ഗുരുക്കന്മാർ വന്നു. എന്നാൽ ആരും ഇതുവരെയും ഞാൻ വീണ്ടും വരുമെന്ന് ഉറപ്പായിട്ട് ഇതുവരെയും ഒരു മഹാത്മാരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് യേശു പറഞ്ഞു, ദൂതന്മാരുമായി മടങ്ങി വരും എന്ന്. യേശുക്രിസ്തുവിൻ്റെ അതിപ്രധാനമായ പ്രഭാഷണത്തിലൊന്നാണ് ഒലിവുമല പ്രഭാഷണം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം. ലോക ചരിത്രത്തിലെ ജാതി വ്യത്യാസമെന്നെ എല്ലാ മനുഷ്യരെയും യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചതായി നമുക്ക് അറിവുള്ളതാണ്. ഒലിവുമലയിൽ വെച്ച് യേശുക്രിസ്തു തൻ്റെ മുമ്പിലുണ്ടായിരുന്ന ജനത്തോട് സംഭാഷിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 25-ാമത്തെ വാക്യം, യെരുശലേമിൻ്റെ നാശവും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴാകുന്നു കർത്താവേ നിന്റെ വരവ് എന്ന് ശിഷ്യന്മാർക്ക് സംശയമുണ്ടായിരുന്നു. യേശുക്രിസ്തു അവരോട് അതിൻ്റെ ലക്ഷണങ്ങളെ പറയുവാനിടയായി തീർന്നു. പെസഹയ്ക്കനന്തരം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, പിന്നെയും ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗത്തിനകത്താണ്. യേശുക്രിസ്തു അവിടെ പറയുന്നു, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്ന്. യേശുക്രിസ്തുവിൻ്റെ മരണാനന്തരം അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശു പിന്നീട് തൻ്റെ ശിഷ്യന്മാരെ ചേർക്കുവാൻ വരും എന്ന്, അതുകൊണ്ട് പ്രത്യാശയുള്ളവരായി ദൈവജനം ഇരിക്കണമെന്ന് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി പറയുവാനിടയായി തീർന്നു. യേശുക്രിസ്തു തൻ്റെ വിസ്താരവേളയിൽ തൻ്റെ വരവിനെക്കുറിച്ച് പറയുകയുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 64-ാമത്തെ വാക്യത്തിൽ മേഘങ്ങളെ വാഹനമാക്കി വരുമെന്ന് വിസ്താരവേളയിൽ യേശു പറയുകയുണ്ടായി. കടൽക്കരയിൽ വെച്ച് തൻ്റെ പുനരാഗമനത്തെക്കുറിച്ചും യേശു പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 22-ാമത്തെ വാക്യം, ഞാൻ വരുവോളം എന്ന ഒരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് കർത്താവ് വീണ്ടും വരും എന്നുള്ളത്. മറ്റാരുടെയും വാക്കുകളേക്കാൾ ഉറപ്പും ധൈര്യവും ദൈവജനത്തിന് പ്രാപിക്കുവാൻ, ഏതൊരു വ്യക്തിക്കും ക്രിസ്തീയ വിശ്വാസികൾക്ക് പ്രാപിക്കുവാൻ, ആർജിക്കുവാനുള്ളതാണ് കർത്താവിൻ്റെ വീണ്ടും വരവ്, താൻ തന്നെ മടങ്ങി വരുമെന്നുള്ള കർത്താവിൻ്റെ ആഹ്വാനം. അതുകൊണ്ട് ലവലേശം പോലും സംശയമില്ലാതെ നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ കർത്താവ് വേഗത്തിൽ വരും. കാരണം താൻ തന്നെയാണ് അത് പറവാനിടയായത്.